ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ എത്തിയത് ഒരു ഫിഷ് പാർക്കിലേക്കാണ്. ഇവിടെ ഒരു വലിയ കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഇങ്ങനത്തെ ബോട്ട് എടുത്ത് കറങ്ങി നടക്കാം. കാണുന്നതെല്ലാം മാൻമെയ്ഡ് ആർട്ടിഫിഷ്യലാണ്, ഇതൊന്നും നാച്ചുറൽ അല്ല. ഈ കുളത്തിൽ മൊത്തം കോയി മീനുകളാണ്. കോഴി മീനുകളല്ല കേട്ടോ, കോയി KOI. ചിന്നു ഇങ്ങനെ മീനെ ആട്ടി വിളിക്കണ്ട്. അത് ഭക്ഷണം കൊടുക്കാനല്ലാന്ന് മീന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓടിച്ചെല്ലണേ. അപ്പറേം ഇപ്പറേം എവിടെ നോക്കിയാലും ഫുള്ള് ഈ കോയി മീനുകളാണ്. അറ്റങ്ങ ഇങ്ങനെ നീന്തി നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കോയി ഫിഷുകൾ ജാപ്പനീസ് ആണെന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും കോയി മീനിന്റെ ഒറിജിൻ ചൈനയാണ്. 71 AD ചൈനയിൽ നിന്ന് ജപ്പാനിലോട്ട് ഗിഫ്റ്റ് ആയിട്ട് പോയതാണ് ഈ മീനുകൾ. പിന്നെ ജപ്പാനിൽ ഇതിനെ ബ്രീഡ് ചെയ്ത് ഇങ്ങനെ കളർഫുൾ ആക്കി മാറ്റിയതാണ്. ആർട്ടിഫിഷ്യൽ കുളം കൂടാതെ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാളും ഉണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് റോസ്റ്റഡ് കോഴിയാണ്. അതിൻ്റെ മണം പിടിച്ചാന്നോന്നെ എൻ്റെ കൈ ഇങ്ങനെ തിന്നാൻ ഓടി വന്നെ. തൽക്കാലം ചാറി മുക്കി നക്കിയാൽ മതി. ആവശ്യത്തിന് തീറ്റ വന്നോരും പോന്നോരൊക്കെ ഇതിന് കൊടുക്കണ്ട്. ദൈവമേ, ഇതെന്താ സ്രാവോ? അങ്ങനെ കുളത്തിൽ കൂടെ ഒരു 2 റൗണ്ട് ഞങ്ങൾ വഞ്ചി ഓടിച്ചുകൊണ്ട് നടന്നു. കുളം കൂടാതെ ഇതുപോലത്തെ വലിയ ടാങ്കിലും കോയി മീനുകളെ വളർത്തുന്നുണ്ട്. ഓരോന്നിൻ്റെ സൈസ് കണ്ടാ, ഓരോന്നിനും ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ അത്രയും വലിപ്പമുണ്ട്. മീനൊക്കെ തീറ്റാന്ന് ഒറ്റ വിചാരമുള്ളൂ. ഇതിനൊക്കെ കഴിക്കാൻ പറ്റാത്തത് ഇതിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഒരു 2 ദിവസം മതി ഈ കുളം കാലിയാക്കാൻ. ഈ പാർക്ക് കൂടാതെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടായി. അതിന്റെ അകത്തോ ഇതുപോലത്തെ വലിയ വലിയ പാത്രങ്ങൾ. ഇത്രയും വലിയ പ്ലേറ്റിലൊക്കെ ആരാണ് ഭക്ഷണം കഴിക്കണേ? എല്ലാം നല്ല ഭംഗിയിൽ ആർട്ടിസ്റ്റിക് രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്ലേറ്റ് കൂടാതെ കുറെ കുടം ഉണ്ടായി. കുടം അതോ ഭരണിയോ? അതുപോലത്തെ ഏതോ സാധനം ഉണ്ട്. അത് നല്ല ഭംഗിയിൽ കളർഫുൾ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോയത് ഒരു വാക്സ് മ്യൂസിയത്തിലാണ്. ചിന്നൂടെ വെപ്രാളം എന്തിനാന്ന് മനസ്സിലായോ? അവള് പറയുന്നത് ശരിക്കുള്ള മനുഷ്യരാന്നാ. അപ്പുറം ഒരുത്തൻ കണ്ണടച്ച് കാണിച്ചു എന്നാണ് അവള് പറയണേ. പിന്നെ ജീവനില്ലാത്ത ബൊമ്മകളാണ് കണ്ണടച്ച് കാണിക്കണേ. എന്തായാലും നല്ല വൃത്തിക്ക് നല്ല ഒറിജിനാലിറ്റിയോടെ ഇവരിതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇതാരെ കറുത്ത മനുഷ്യൻ? ഏതോ ഒരു ഹിസ്റ്റോറിക്കൽ കഥയുടെ ഡെപിക്ഷൻ ആണ് ഈ കാണിച്ചേക്കണേ. കഥ പറയാൻ കുറേ ഉണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വാക്സ് കൊണ്ട് ഉണ്ടാക്കിയ ഈ സ്റ്റാച്ചുവിന്റെ ഭംഗി ആസ്വദിച്ചിരിക്കാം. ആ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തേക്കുന്നത് ഒരു രക്ഷയില്ല. കയ്യിലെ ബ്ലഡ് വെസൽസ് വരെയും കറക്റ്റായിട്ട് കാണാം. ഇനി ചിന്നു പറഞ്ഞ പോലെ ഇവർ ശരിക്കും മനുഷ്യന്മാരാണോ? എന്തായാലും ചിന്നുന് നല്ല പേടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ കണ്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് രാത്രി ചിന്നുന് ഒരു പേടി സ്വപ്നം ഉറപ്പാണ്. ഇവരൊക്കെ ആയിരിക്കും സ്വപ്നത്തിലെ കഥാപാത്രങ്ങൾ. ഈ പുള്ളിയുടെ റോൾ ചെയ്യുന്നത് മിക്കവാറും ഞാനായിരിക്കും.